വെടിവെച്ചിട്ട ചൈനീസ് നിരീക്ഷണ ബലൂണിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട് അമേരിക്ക. യുദ്ധക്കപ്പലുകളും വാട്ടർ ഡ്രോണുകളും ഉപയോഗിച്ചുള്ള തിരച്ചിലിന് ഒടുവിലാണ് ബലൂണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ബലൂണിന് ഏകദേശം 200 അടി ഉയരമുണ്ടെന്ന് US ഉദ്യോഗസ്ഥർ പറയുന്നു. ശനിയാഴ്ചയാണ് US ചൈനയുടെ നിരീക്ഷണ ബലൂൺ വെടിവെച്ചിട്ടത്. ബലൂണിന്റെ അവശിഷ്ടങ്ങൾ ബോട്ടിലേക്ക് മാറ്റുന്ന നിരവധി ചിത്രങ്ങൾ US ഫീൽഡ് ഫോഴ്സ് കമാൻഡ് ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചു. ബലൂണിന്റെ അവശിഷ്ടങ്ങൾ വിശകലനം ചെയ്യാനുള്ള നടപടികൾ ആരംഭിച്ചതായി പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ജെ ഓസ്റ്റിൻ പറഞ്ഞു. കഴിഞ്ഞ 28-നാണ് അലോഷ്യൻ ദ്വീപുകൾക്ക് സമീപമുള്ള അമേരിക്കയുടെ വ്യോമാതിർത്തിയിൽ ചൈനയുടെ ചാരബലൂൺ കണ്ടെത്തിയത്. പിന്നീട് കാനഡയിലെ അലാസ്കയിലൂടെ ബലൂൺ വീണ്ടും US വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുകയായിരുന്നു. ജോ ബൈഡന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് ബലൂൺ വെടിവെച്ചിട്ടത്. തീരത്തു നിന്ന് 10 കിലോമീറ്റർ അകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അവശിഷ്ടങ്ങൾ പതിച്ചത്. ബലൂണിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ചൈനീസ് വ്യോമ നിരീക്ഷണത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ പ്രതീക്ഷ. ദിശ മാറിപ്പറന്ന കാലാവസ്ഥാ ബലൂൺ ആണെന്നാണ് തുടക്കം മുതലുള്ള ചൈനയുടെ വാദം. സൈനിക മേഖലകൾ നിരീക്ഷിക്കാൻ ചൈന അയച്ച നിരീക്ഷണ ബലൂൺ ആണെന്നാണ് അമേരിക്കയുടെ വാദം. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.